നിങ്ങളുടെ ഇഷ്ട പരമ്പരകളുടെ മുഴുവൻ എപ്പിസോഡുകളും ടെലികാസ്റ്റിന് ശേഷം എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ കാണൂ. ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് മാത്രം സൗജന്യം. ഗ്ലാസ് വെച്ചോളൂ. എത്രയായി? 10 അല്ലേ? സത്യോ വിജയേട്ടാ, ഒരു ചായ വരട്ടെ? വേണ്ട, ഇപ്പൊ ഞാൻ കുടിച്ചോളൂ. ഇന്ദ്രൻ കടയിലില്ലേ? ഇല്ല, പുറത്തു പോയിരിക്ക. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? കച്ചവടമൊക്കെ എങ്ങനെ പോന്നു? അതൊക്കെ നന്നായിട്ട് നടക്ക. അല്ല, കുറെ ആയാലും വിജയേട്ടനെ കണ്ടിട്ട്. ഓരോരോ തിരക്കുകളല്ലേ, പിന്നെ വരുന്നില്ലെന്നേ ഉള്ളൂ. കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട്. അമ്മയ്ക്കും അനിയത്തിക്കും ചേലാമ്പ്രയിലെ വീട് റെഡിയാക്കി കൊടുത്ത ഞാനാ. ആണോ? അതേതായാലും വലിയ ഉപകാരമായി. പിന്നെ ചേട്ടന്റെ ഹെൽപ്പ് ഉണ്ടായിരുന്നത് കൊണ്ട് അവർക്ക് അധികം അലയേണ്ടി വന്നില്ല. ഞാൻ അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി വീട്ടിലേക്ക് തിരിച്ചയക്കാൻ ശ്രമിച്ചതാ. പിന്നെ സത്യനമ്മയുടെ സ്വഭാവം അറിയാമല്ലോ, തീരുമാനം എടുത്താ മാറില്ല. അതുകൊണ്ട് ഞാനായിട്ട് ചെറിയൊരു വീടെടുത്ത് കൊടുത്തു. അതെനിക്ക് മനസ്സിലാവും വിജയേട്ടാ. അമ്മ ഇപ്പോ പുതിയ വീടെടുത്തല്ലേ? അമ്മയോ? അതെ, എന്നോടൊരു സുഹൃത്ത് വിളിച്ച് പറഞ്ഞു. അവരോടൊപ്പം മറ്റൊരു സ്ത്രീ ഉണ്ടെന്നാ പറഞ്ഞത്. എല്ലാത്തിനും കൂട്ടിനിപ്പം ഇന്ദ്രനും ഉണ്ടല്ലോ. ഇന്ദ്രനും ആ സ്ത്രീയും സത്യന്റെ അമ്മയും കൂടിയാ പുതിയ വീട് റെഡിയാക്കിയത്. അല്ല, അതാരാ ഇന്ദ്രേട്ടന്റെ അമ്മയുടെയും കൂടെ മറ്റൊരു സ്ത്രീ? അപ്പോ സത്യം കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലല്ലേ? ഇങ്ങനെയുള്ള പല കാര്യങ്ങളും അവസാനം അറിയുന്നത് ഞാനാ. അതൊക്കെ വിജയേട്ടനും അറിയാവുന്ന കാര്യങ്ങളല്ലേ? അത് ശരിയാ. പിന്നെ ഞാനൊരു കാര്യം സൂചിപ്പിക്കുന്നതുകൊണ്ട് സത്യമൊന്നും തോന്നരുത് കേട്ടോ. എന്താ വിജയേട്ടാ? എന്ത് കാര്യം? ഞാൻ പലപ്പോഴായിട്ടേ നിങ്ങൾക്ക് ആർക്കും താല്പര്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന സ്ത്രീയെ സത്യന്റെ അമ്മയുടെ കൂടെ കണ്ടു. ആ ബന്ധം അത്ര നല്ലതല്ല കേട്ടോ. അല്ല, വിജയേട്ടൻ ആരെയാ ഉദ്ദേശിച്ച? ആളാരാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ സത്യം മനസ്സിൽ ഉദ്ദേശിക്കുന്ന ആള് തന്നെയാ. അത് മാത്രമല്ല, ഇന്ദ്രൻ പലപ്പോഴും ആ വീട്ടിൽ വരാറുണ്ട്. അങ്ങനെയുള്ള സ്ഥിതിക്ക് ഈ പുതിയ വീട് എടുത്തതുമായി എന്തെങ്കിലും ബന്ധമുണ്ടോന്ന് എനിക്കൊരു സംശയം. ആ ഹർഷയാണോ ഉദ്ദേശിച്ചത്? ഞാനായിട്ട് ആ പേരെടുത്ത് പറയേണ്ട കാര്യമില്ല. അത് പരസ്യമായ രഹസ്യമല്ലേ. അവരുടെ ആ ബന്ധം പുതുക്കല് ഇന്ദ്രന്റെ ജീവിതം തകർക്കും. അനുവാണേ ഒരു പാവം കുട്ടിയാ. ഇന്ദ്രനെയും അവന്റെ അമ്മയും ആർക്കും പറഞ്ഞ് തിരുത്താനാവില്ലെന്ന് എനിക്കറിയാം. എങ്കിലും ഞാൻ പറയുക, സത്യന് ചെയ്യാൻ പറ്റുന്നത് ചെയ്യണം. ഇന്ദ്രനും അനുവിനിടയിൽ ഒരു കുഞ്ഞുള്ളതാ. അതിന്റെ ഭാവി നമ്മളെങ്കിലും ഓർക്കണ്ടേ? എനിക്ക് മനസ്സിലായി ഏട്ടാ. എന്താ വേണ്ടതെന്ന് ഞാനൊന്ന് അത് ആലോചിക്കട്ടെ. മതി. ഇത്രയും അറിഞ്ഞിട്ട് സത്യനോട് പറഞ്ഞില്ലെങ്കിൽ അത് ശരിയല്ലെന്ന് തോന്നി, അതാ പറഞ്ഞത്. ഇക്കാര്യത്തില് എന്നാൽ കഴിയുമ്പോൾ ഞാൻ ചെയ്യേണ്ടത് ചെയ്തോളാം. അത് മതി. അപ്പോ ഞാൻ അങ്ങോട്ട് പോട്ടെ. നീ ഇങ്ങനെ വിഷമിക്കാതെ മോളെ, എല്ലാം ശരിയാവും. ഒരു രാത്രിക്ക് ഒരു പകല് കൂടിയേ തീരൂ. ഇപ്പൊ വിഷമമൊന്നുമില്ല ഭാനുവമ്മേ. മനസ്സിന് ഒരുതരം മരവിക്കല. അല്ല, ഇതെന്താ സത്യൻ ഈ നേരത്ത്? ശരിയാണല്ലോ. ഇങ്ങനൊരു വരവ് പതിവില്ലാത്തതാണല്ലോ. സത്യന് എന്തോ വിഷമമുണ്ട്, എന്തോ പ്രശ്നമുണ്ടെന്നാ തോന്നുന്നത്. എന്താ സത്യ, നീ എന്താ ഇപ്പൊ വന്നത്? ഏയ്, ഒന്നുമില്ല ഭാനുമേ. നിനക്ക് സുഖമല്ലേ സത്യ? മുഖമൊക്കെ വല്ലാതിരിക്കുന്നല്ലോ. എനിക്കൊരു കുഴപ്പമില്ല. ഏട്ടത്തെ കണ്ടാലോ അസുഖക്കാരിയെ പോലെ ഇരിക്കുന്നത്. എന്ത് കോലം എടുത്തി.
എന്തിനാ നീ അവളോട് ചോദിക്കുന്നത്? എല്ലാം നിന്റെ ഏട്ടൻ കാരണമാ. അവൻ ഈ പാവത്തിന് കൊടുത്തത് ഒരിക്കലും മാറാത്ത ആദിയല്ലേ? എന്താ എടുത്തൊരു വിഷമം? അച്ഛനെയും മറ്റുള്ളവരെയും കാണുന്നുണ്ടോ? വേണ്ട സത്യ, എനിക്ക് പേടിയാ. ഒരിക്കൽ പോയതിന് നമ്മൾ അനുഭവിച്ചതല്ലേ. അങ്ങനെ പേടിക്കാൻ നിന്നാ എന്നും അതേ ഉണ്ടാവുക എടുത്തി. ജീവിതം ആഘോഷിക്കാൻ തീരുമാനിച്ചവര് എന്തായാലും അത് ആഘോഷിക്കുക തന്നെ ചെയ്യും. അവരെ ഓർത്ത് വേദനിക്കുന്നവർക്ക് അവസാനം വരെ ആ വേദന മാത്രമേ മിച്ചം ഉണ്ടാവൂ. നീ എന്തോ മനസ്സിൽ വെച്ചാണല്ലോ മോനെ സംസാരിക്കുന്നത്. എന്താടാ ഉണ്ടായത്? ഒന്നുമില്ല ഭാനുമേ. ചില നോവുകൾ മനസ്സിലൊതുക്കി വേദനിക്കാൻ നിവൃത്തിയുള്ളൂ. അതും ഭാനുമ പറയുന്ന പോലെ വിധി തന്നെയാ. വെറുതെ ഓരോന്നോർത്ത് വിഷമിച്ച് നീ നിന്റെ ജീവിതം നശിപ്പിക്കരുത്. നിനക്കിനി ഒരുപാട് കാലം മുന്നോട്ടുണ്ട്, അത് മറക്കരുത്. പിന്നെ എന്റെ ജീവിതം, ഇത് എന്റെ മാത്രം വിധിയാ. ഈ വേദന ഇനി എന്റെ മരണം വരെ കൂടെ കാണും. ഇല്ല എടുത്തി, അതൊക്കെ വെറും തോന്നല. നമ്മൾ തോൽക്കില്ലെന്ന് സ്വയം തീരുമാനിച്ച ആർക്കും നമ്മളെ തോൽപ്പിക്കാൻ സാധിക്കില്ല. എടുത്തിക്ക് വീട്ടുകാരെ കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ കൊണ്ടുപോവാം. എല്ലാവരെയും കാണണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ട്. അത്രയ്ക്ക് മനസ്സ് വിഷമിച്ച എല്ലാരും ഇവിടുന്ന് പോയത്. പക്ഷെ ഇന്ദ്രേട്ടൻ വേണ്ട സത്യ, അതും ഈ പാവത്തിന് വേദനിക്കാനുള്ള അവസരമാവും. അതൊന്നുമില്ല. ചില കാര്യങ്ങൾ രഹസ്യമായിട്ട് നമ്മൾ ചെയ്യണം. ഏട്ടൻ എന്തെല്ലാം കാര്യങ്ങൾ ഏട്ടത്തി ഒളിപ്പിച്ചു വെക്കുന്നു. പിന്നെ ഏട്ടത്തി മാത്രം എന്തിനാ മടിക്കുന്നത്? എന്താ സത്യ ആലോചിക്കുന്നത്? ഒന്നുമില്ല ഏട്ടത്തി. വിവാഹ ജീവിതത്തില് ഭാര്യയ്ക്കും ഭർത്താവിനും തുല്യ അവകാശമാണ്. ഏട്ടന്റെ അമ്മയും സഹോദരങ്ങളെയും കാണാമെങ്കിൽ എന്തുകൊണ്ട് ഏടത്തിക്ക് ആയിക്കൂടാ? ഞാൻ ഏടത്തിയും മോനെയും രഘുവേട്ടന്റെ വീട്ടിൽ കൊണ്ടാക്കാം. ഏടത്തി സമാധാനമായിട്ട് അവരെയൊക്കെ കണ്ടിട്ട് തിരിച്ചു വന്നാൽ മതി. നീ പറയുന്നത് ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്ന കാര്യങ്ങളാ. പക്ഷേ ഒരു പക്ഷേ വേണ്ട, ഏടത്തി റെഡിയാവും. മോളെ, എന്താ ഭാനുമ്മ ഞാൻ ചെയ്യണ്ടേ? സത്യം പറയുന്നതിലും കാര്യമുണ്ടോ മോളെ? നീ പോയി അവരൊക്കെ ഒന്ന് കണ്ടിട്ട് വാ. അപ്പൊ തന്നെ മനസ്സിനൊരു സമാധാനാവും. ഇന്ദ്രനേതായാലും അവരെ കാണാൻ പോയതല്ലേ. സുശീല ഉടനെ എങ്ങും തിരിച്ചു വിടില്ല. എന്നാലും ഇന്ദ്രേട്ടന് വാക്ക് കൊടുത്തിട്ട്. അങ്ങനെ ഒന്നും ചിന്തിക്കണ്ട. തെറ്റ് ഇന്ദ്രന്റെ ഭാഗത്ത് തന്നെയാ. ആ, മോള് പോയി റെഡിയാക. ചെല്ലേ. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വീട് വിൽക്കലല്ലാതെ മറ്റൊരു മാർഗവും നമുക്ക് മുന്നിലില്ലല്ലോ. അച്ഛൻ പറയുന്നത് ശരിയാ. പക്ഷെ ആവശ്യക്കാരായി നമ്മൾ നിൽക്കുമ്പോ പാർട്ടി വില കുറയ്ക്കുമോന്ന് എനിക്കൊരു സംശയം. അതുകൊണ്ട് കൂടിയാ ഇങ്ങനെ ഒരു തീരുമാനം ഞാൻ വേണ്ടെന്ന് പറഞ്ഞ.